സ്വർഗത്തിന്റെ പ്രതിനിധികളായി ദൂതന്മാർ പറഞ്ഞു യേശു വരുമെന്ന്. പ്രവൃത്തി 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് കടന്നുപോയവനായ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ മടങ്ങി വരും. ദൈവരാജ്യത്തിന്റെ അംബാസഡേഴ്സ് ആയിരുന്ന അപ്പോസ്തലന്മാർ പറഞ്ഞു യേശു കർത്താവ് വരുമെന്ന്. നാം ഇവിടെ ചിന്തിക്കുകയുണ്ടായി. ധന്യനായ പൗലോസ് ശ്ലീഹ 1 തെസ്സലോനിക്കർ 4:16 പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ആവർത്തിച്ച് അത് ഒപ്പിച്ചിട്ടുണ്ട്. യേശു കർത്താവ് തന്നെ അത് പറയുകയുണ്ടായി. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ മക്കൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവിനേക്കാളും അപ്പോസ്തലനേക്കാളും ദൂതന്മാരെക്കാളും ജ്ഞാനികളും പണ്ഡിതന്മാരും ഒന്നും ഭൂമിയിൽ ഇപ്പോഴില്ല. അവരെക്കാൾ വലിയ ശാസ്ത്രജ്ഞന്മാരോ, അവരെക്കാൾ വലിയ ജ്ഞാനികളോ, അവരെക്കാൾ വലിയ ആത്മീയരോ, അവരെക്കാൾ വലിയ തിയോളജിയൻസോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് ആരെല്ലാം യേശു വരികയില്ലെന്ന് പറഞ്ഞാലും അവരെല്ലാം യേശുവിനേക്കാളും, യേശുവിന്റെ ദൂതന്മാരെക്കാളും, യേശുവിന്റെ അപ്പോസ്തലന്മാരെക്കാളും ചെറുതായതുകൊണ്ട് അത് നമുക്ക് തള്ളിക്കളഞ്ഞിട്ട് ദൂതന്മാർ പറഞ്ഞത് വിശ്വസിക്കാം, അപ്പോസ്തലന്മാർ പറഞ്ഞ് വിശ്വസിക്കാം, യേശു പറഞ്ഞത് വിശ്വസിക്കാം. നമ്മുടെ കർത്താവ് ഒരിക്കൽ തന്നെ കരമുയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇനി ലോകജനങ്ങളും ഗ്രഹിക്കത്തക്ക നിലയിൽ നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് തന്നെ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. തന്റെ വരവിന് മുൻപായി ആകാശത്തിൽ എന്ത് സംഭവിക്കും, തന്റെ വരവിന് മുൻപായി ഗോളങ്ങളിൽ എന്ത് സംഭവിക്കും, തന്റെ വരവിന് മുൻപായി കടലിൽ എന്ത് സംഭവിക്കും, തന്റെ വരവിന് മുൻപായി ഭൂതന്മാർക്ക് എന്ത് സംഭവിക്കും, തന്റെ വരവിന് മുൻപായി ഭൂമിക്ക് എന്ത് സംഭവിക്കും, തന്റെ വരവിന് മുൻപായി ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നിത്യാദി കാര്യങ്ങൾ തന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന അടയാളങ്ങളായി ഏകദേശം AD 27 കാലങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പ്രവചിച്ചത് സുവിശേഷങ്ങളിലെ 3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ഈ 3 അധ്യായങ്ങളിലും നമ്മുടെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ പ്രവചനങ്ങളുടെ അത്ഭുതകരമായ നിറവേറലുകൾ എല്ലാ തലങ്ങളിലും, ശാസ്ത്രീയ മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ, എല്ലാ തലങ്ങളിലും വളരെ ദൃശ്യമായി നമുക്കിന്ന് കാണുവാനായി കഴിയും. അതിനെക്കുറിച്ച് 1-2 ചിന്തകൾ വേഗം ഞാനൊന്ന് ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ തെളിവുകളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ കർത്താവിന്റെ വരവിൽ വിശ്വസിക്കുകയാണ്. മത്തായി 24:12 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്ത് പ്രിയപ്പെട്ടവരൊന്ന് ഒരു നിമിഷം ഒന്ന് കൈ കൊടുത്തേ, ഒന്ന് കൈ അങ്ങനെ കൈ വിട്ടരുത്, കൈ പിടിച്ച്. തണുപ്പാണോ ചൂടാണോ? ഇപ്പോൾ പണ്ടൊക്കെ ഒന്ന് കൈ കൊടുക്കുകയാണെ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ആയിരുന്നു. ഇപ്പൊ ഒരു തണുപ്പ് പോലെ. എന്തോ പ്രവചനം നമ്മളിൽ തന്നെ നിറവേറി. അതുകൊണ്ട് ദുഃഖിക്കൊന്നും വേണ്ട. കർത്താവ് വരാറായല്ലോ. ഈ തണുപ്പടിക്കുമ്പോൾ ഓർത്തോണ്ട് കർത്താവ് വരാറായല്ലോ. കർത്താവ് പറഞ്ഞാണല്ലോ നിറവേറിയത്. ഇവിടെ കർത്താവ് പറഞ്ഞ പ്രവചനം നിറവേറണമല്ലോ. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു. സ്നേഹമെല്ലാം തണുത്ത് ഫ്രീസ് ചെയ്യപ്പെടുകയാണ്. അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവിടുത്തെ ഈ ഹണിമണിയൊക്കെ വല്ല അർത്ഥമുള്ള കാര്യമാണ്. ഇത് വല്ല ഉള്ളിലുള്ള കാര്യമാണ്. പണ്ടത്തെ നമ്മുടെ അമ്മമാരുടെ സ്നേഹം, പണ്ടത്തെ ഭാര്യ, അപ്പോൾ ഇപ്പോഴത്തെ ഭാര്യ എന്തൊരു ഭയങ്കരമായ സ്നേഹബന്ധങ്ങളാണ് അല്ലേ? വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം, ദൈവദാസന്മാരുടെ സ്നേഹം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സൗദി അറേബ്യയിലെ
ബുറേദ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് ഞാൻ കടന്നുപോയി. എൻ്റെ ദൈവമേ, ആ 10-25 പേരെ ഉണ്ടായിരുന്നു. രാത്രി 1 മണിക്കായിരുന്നു ആ യോഗം. ആ യോഗം കഴിഞ്ഞ് ഇവര് എല്ലാവരും കൂടെ വന്ന് കഴുത്തെ കെട്ടിപ്പിടിച്ച് സ്നേഹചുംബനം തരിക. എൻ്റെ കഴുത്ത് ഒടിഞ്ഞില്ലെന്നേ ഉള്ളൂ, പിടിഞ്ഞില്ല ഒരിക്കലും. ആ ദൈവ സ്നേഹം ഇന്നതെല്ലാം മാറിപ്പോയി. ഇത് വിളിച്ചു പറയുന്ന സത്യം യേശു വരാറായി. ഇത് കാണുമ്പോൾ അതിനെക്കുറിച്ച് പരിഭവിച്ച് ചിന്തിച്ച് നിരാശപ്പെട്ടത് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു പറഞ്ഞ് സമയം കളയാതെ ഇതെൻ്റെ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമാണ്. എൻ്റെ ജീവിതത്തിൽ അധർമ്മം ഉണ്ടാകരുത്, എൻ്റെ ജീവിതത്തിൽ സ്നേഹം കുറയരുത്, എനിക്ക് ആദ്യ സ്നേഹം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. കരമുയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. മത്തായി 24:11-24 വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാർ വരും. അവർ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ തെറ്റിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. ആത്മീയം കുറയുമ്പോൾ സംഭവിക്കുന്നത് കള്ളപ്രവാചകന്മാരും കള്ള അത്ഭുതങ്ങളും നടക്കും. കാരണം മനുഷ്യനെ തെറ്റിക്കണം. ഓർക്കുക, കള്ളപ്രവചനമുണ്ടെങ്കിൽ നല്ല പ്രവചനമുണ്ട്, കള്ള അന്യഭാഷയുണ്ടെങ്കിൽ നല്ല അന്യഭാഷയുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ കൃപാവരങ്ങളെല്ലാം ഇന്നുമുണ്ട്. കർത്താവിന്റെ സത്യപ്രവാചകന്മാർ ഇന്നുമുണ്ട്. കർത്താവിന്റെ സത്യപ്രവാചകന്മാർ ഇന്നുമുണ്ട്. അത് കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കും. അത് നമ്മൾ അംഗീകരിക്കണം, അവരെ നമ്മൾ കേൾക്കണം, ആ ദൂത് കേൾക്കണം. കർത്താവിന്റെ അത്ഭുതങ്ങൾ ഇന്നുമുണ്ട്. കർത്താവ് ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. കർത്താവ് ഇന്നും ഭൂതങ്ങളെ പുറത്താക്കുന്നു. കർത്താവ് ഇന്നും മരിച്ചവരെ ഉയർത്തിക്കുന്നു. കർത്താവ് ഇന്നും ബന്ധനങ്ങൾ വിടിവിക്കുന്നു. ഇതറിഞ്ഞ സാത്താൻ അവന്റെ ഡ്യൂപ്ലിക്കേറ്റും ഇറക്കും. അതൊരു വിവേചനത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ വ്യാഖ്യാനം വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എന്താ ബ്രദറെ, എന്തോ കേൾക്കട്ടെ. അതൊരു ദൂത് കേട്ട് പാസ്റ്ററെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എന്താ ദൂത് പറഞ്ഞിട്ട്? അദ്ദേഹം പറഞ്ഞു, എന്നോട് ഇന്ന് പറഞ്ഞ പാസ്റ്ററെ, മകനെ ഞാൻ നിന്നെ നാരകത്തിന്റെ ചുവട്ടിൽ ജീരകത്തിന്റെ ചുവട്ടിൽ. ഞാൻ പറഞ്ഞു, എന്റെ ബ്രദറെ എനിക്ക് കേട്ട വ്യാഖ്യാനം അവരെ ഇവരെ കിട്ടിയപ്പോ പറഞ്ഞു, ഞാൻ അവിടുന്ന് തലവിരി. ആദ്യകാലത്തെ ലക്ഷണങ്ങളിൽ ഒന്നാണ് കള്ളപ്രവചനം വർദ്ധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, എല്ലാ പാപവും ചെയ്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവന്റെ തലയിൽ മകനെ ഞാൻ നിന്റെ കണ്ണുനീര് കാണുന്നു, ഉറങ്ങാതെ ഇവൻ പോത്തുപോലെ കറുത്തമേശ നടക്കുമ്പോൾ പോലും ഉറങ്ങുന്നവനാണ്, ഇവൻ കുറുക്കം വലിക്കുന്നവനാണ്. പക്ഷെ അവന്റെ മകനെ രാത്രിയുടെ യാമത്തിൽ നീ മുട്ടുകുത്തി നിന്ന് കരയുന്ന ഞാൻ കാണും. ആരും കാണും ഒക്കെ പറഞ്ഞ കാശ് കിട്ടും. പുള്ളിക്കുന്ന ജോലിയിൽ എന്നെ കുറിച്ചാണോ ഇനി അതൊരു മാറിയതാണ്. ഏത് സഹോദരിയോടാ പറയാൻ മേലാത്ത മാളെ നിന്റെ വേദന ഞാൻ അറിയുന്നു. എന്തെല്ലാം തട്ടിപ്പുകളാണ് ഇന്ന് നടക്കുന്നത്. ഞാൻ ഈയിടെ ഒരു കാര്യം കണ്ട് എനിക്ക് വലിയ വേദന തോന്നി. ഒരു പുള്ളി ഗോൽഗോത്ത മലയുടെ മുകളിൽ നിന്ന് അവിടെ അതിന്റെ ചോട്ടിൽ നിന്നിട്ട് അതിന്റെ മണ്ണ് പൊടിച്ച് അത് പുള്ളി കുരിശി വെച്ച് കൊടുക്കുക. ഇത് $50 അയച്ചു തരാം. എന്തെല്ലാം തട്ടിപ്പുകൾ, എന്തെല്ലാം തന്ത്രങ്ങൾ പണത്തിന് വേണ്ടിയില്ല. ഇവിടെ എല്ലാം സംഭവിക്കുന്ന വൃദ്ധന്മാരെ തെറ്റിക്കുകയാണ്. ഒരു കാര്യം ദൈവമക്കൾ എന്നും ഓർത്തിരിക്കണം, ഈ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന് പുറത്തു വരുന്ന അത്ഭുതങ്ങൾ എന്തെല്ലാം അനുഭവമാണെങ്കിലും അതിൽ സാത്താന്റെ കരങ്ങളുണ്ടാകും. വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ തിരുവചനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കും. സ്വോത്രം ചെയ്താട്ടെ, സ്വോത്രം ചെയ്താട്ടെ. ദൈവമക്കളെ, ദൈവത്തിന് പ്രവാചകന്മാരുണ്ട്, ദൈവത്തിന് കൃപാവരങ്ങളുണ്ട്. ഞാനിത് വിശ്വസിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരുത്തിന് ജ്ഞാനത്തിന്റെ വചനം, ഒരുത്തിന് പരിജ്ഞാനത്തിന്റെ വചനം, ഒരുത്തിന് പ്രവചനവരം, ഒരുത്തിന് രോഗശാന്തിയുടെ വരം, ഒരുത്തിന് വീര്യപ്രവർത്തികളുടെ വരം. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ വരങ്ങൾ എനിക്ക് തരണമേ, എന്റെ ദാസന്മാർക്ക് കൊടുക്കണമേ എന്ന്. എന്നാൽ സാത്താൻ അവന്റെ പ്രവചനങ്ങൾ മുഖാന്തരം, അവന്റെ അത്ഭുതങ്ങൾ മുഖാന്തരം അനേകരെ കൃപയിൽ നിന്ന് തെറ്റിക്കുമ്പോൾ നാം ഭയത്തോടു കൂടി നിൽക്കേണ്ടതാണ്.